ബജാജ് ചേതക് നമ്മളിപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ 96% സെയിൽസ് ഫിഗേഴ്സിൽ ഇൻക്രീസ് കാണിച്ചൊരു കമ്പനിയാണ് ബജാജ് ചേതക്. ഇപ്പോൾ ജൂലൈ മാസം റിപ്പോർട്ട് നമ്മുടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അവർ വിറ്റത് 17,642 വണ്ടിയാണ് വിറ്റത്. അതായത് പ്രീവിയസ് മന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 96% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് നിലവിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് 3 വേരിയൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യത്തെ തന്നെ അർബാന 2024, രണ്ടാമത്തെ പ്രീമിയം 2024, മൂന്നാമത് ചേതക് 2901, അതായത് ബേസ് മോഡൽ. ഈ 3 മോഡൽസാണ് നിലവിൽ അവർക്ക് ഉള്ളത്. അപ്പോൾ അതിലേക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, പുതിയൊരു വണ്ടി ലോഞ്ച് ആകുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ബജാജ് ചേതക് നിലവിൽ 3 വണ്ടിയാണ് ഉള്ളത്. അപ്പോൾ 4ാമത്തെ വണ്ടി അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ആകുകയാണ്. ആ വണ്ടിയുടെ പേര് പറയുന്നത് ചേതക് 320 അറിയപ്പെടുന്നത്. അത് വന്നിട്ട് പ്രീമിയം ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. അങ്ങനെ അതിൻ്റെ ലോഞ്ചിങ് വന്നിട്ട് 5-ാം തീയതിയാണ്. അതായത് ഇന്നാണ് അത് ലോഞ്ച് ആകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം 2024 സെയിം ഫീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആക്ച്വലി സെയിം ഫീച്ചർ പറയാൻ പറ്റില്ല, കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പ്രീമിയംനെസ് കൂട്ടിയിട്ടുണ്ട്. അതായത് കുറച്ച് ആഡ് ഓൺസ് ആണ് ഈ വണ്ടിക്കകത്ത് വ്യത്യാസം വരുന്നത്. അതായത് പ്രീമിയം 2024 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പുതിയ ആഡ് ഓൺസ് വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഡിസൈൻ ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം 2024 സെയിം തന്നെയാണ് 3201 നിൽക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, എക്സാക്ട്ലി സെയിം തന്നെയാണ്. കംപ്ലീറ്റ് മെറ്റൽ പാനൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു ചേഞ്ചും ഇല്ല. അതിൽ കുറച്ച് മാറ്റമുള്ളത് അതിൻ്റെ ഗ്രാഫിക്സിൽ മാത്രമാണ്. അതായത് പ്രീമിയമിൻ്റെ അടിയിൽ നോക്കുമ്പോൾ നമുക്ക് സൈഡിൽ വന്നിട്ട് ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതായത് ചേതക്കിൻ്റെ 320 എന്നുള്ളൊരു ബാഡ്ജിങ് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ഡിസൈൻ വൈസ് നമുക്ക് നോക്കുമ്പോൾ. ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം തന്നെയാണ്. അതായത് പ്രീമിയം 2024 ഒരു മാറ്റവും വരുന്നില്ല. അതുപോലെ ബാറ്ററി നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. 3.2 kW ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളത്. അതിലും ഒരു മാറ്റം വരുന്നില്ല. പക്ഷേ റേഞ്ചിൽ മാറ്റം വരുന്നുണ്ട്. നമ്മുടെ പ്രീമിയം 2024 റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് 126 km ആണ് റേഞ്ച് ക്ലെയിം ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ 320 നമ്മൾ നോക്കുകയാണെങ്കിൽ 136 km ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമുക്ക് റേഞ്ച് വരുന്നത്. ടോപ്പ് സ്പീഡ് ആക്ച്വലി സെയിം തന്നെയാണ്. 73 km/h ആണ് ടോപ്പ് സ്പീഡ്. എല്ലാ വണ്ടിക്കും സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. രണ്ട് സെയിം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത നമ്മൾ മോട്ടറിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നമ്മുടെ PMSM സൈഡ് മൗണ്ടഡ് മോട്ടറാണ് വരുന്നത്. അത് നിലവിലുള്ള ചേതകിലുള്ള അതേ മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മാറ്റവും ഇല്ല. പവർ സ്പെക്കും എല്ലാം സെയിം തന്നെയാണ്. പ്രീമിയമിന്റെ എക്സാക്ട്ലി കോപ്പി തന്നെയാണ് നമുക്ക് പ്രീമിയം സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയാം. കാരണം സെയിം തന്നെയാണ്, ഒരു മാറ്റവും വരുന്നില്ല. അടുത്ത വണ്ടി കളർ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 3201 പുതിയൊരു കളർ ഓപ്ഷൻ വരുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, പ്രീമിയം വണ്ടി എന്ന് കാണിക്കാൻ വേണ്ടി പുതിയൊരു ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രോക്ലിൻ ബ്ലാക്ക് എന്നുള്ള കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ ഇൻസ്റ്റാളേഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരുന്നത് TFT സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു കളർ TFT സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്, മ്യൂസിക് കൺട്രോൾസ് വരുന്നുണ്ട്, അതുപോലെ കോൾ അലേർട്സ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അടുത്ത നമ്മൾ വണ്ടി റൈഡ് മോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ആക്ച്വലി 2 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് വന്നിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് പാക്ക്, അതായത് നോൺ ടെക് പാക്കും, അത് കൂടാതെ നമുക്ക് ടെക് പാക്കും വരുന്നുണ്ട്. അതിൽ റൈഡ് മോഡ്സ് നമുക്ക് ടെക് പാക്ക് ആണെങ്കിൽ നമുക്ക് എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, റിവേഴ്സ് മോഡ് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ നോൺ ടെക് പാക്ക് ആണെങ്കിൽ നമുക്ക് എക്കോ മോഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല, നോൺ ടെക് പാക്ക് എടുക്കാൻ നമുക്ക് ലിമിറ്റഡ് ആപ്പ് കണക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ടെക് പാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ആപ്പ് കണക്ടിവിറ്റി വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഹിൽ ഹോൾഡ് ഫീച്ചർ വരുന്നുണ്ട്. ഞാൻ വന്നിട്ട് നമ്മുടെ ബജാജ് ചേതകിന്റെ എല്ലാ വേരിയൻസിനും കമ്പയർ ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ വീണ്ടും പറയുന്നില്ല, വെറുതെ വീഡിയോ ലെങ്ത് ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ കാണാത്ത ആൾക്കാരുടെ കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി നമുക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രീമിയം 2024 റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,47,878 രൂപയാണ് നമ്മുടെ പ്രീമിയം 2024 റേറ്റ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പെഷ്യൽ എഡിഷൻ 320 റേറ്റ് കുറവാണ്. അത് എന്തിനാണ് കൊടുത്തതെന്ന് അറിയില്ല. എന്തായാലും ഇതിന്റെ പ്രൈസ് നമ്മൾ പറയുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ 1,29,999 രൂപ. അതായത് 1,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. അതായത് 320 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് ആക്ച്വലി ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്, കുറച്ചിനകത്തേക്ക് കിട്ടുള്ളൂ. അതിനുശേഷം വണ്ടിയുടെ വില കൂടും. അപ്പോൾ ഇൻ കേസ് കൂടുകയാണെങ്കിൽ തന്നെ ഒരു കമ്പനി പറയുന്നത് 1,40,000 രൂപയ്ക്ക് എക്സ്ഷോറൂം വില. അപ്പോൾ എന്തായാലും കൺഫേംഡ് ന്യൂസ് ആണ്. നിങ്ങൾ ബജാജ് ചേതകിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാലും നിങ്ങൾക്ക് റേറ്റ് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും 1,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് പ്രീമിയം 2024 പോകുന്നേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് ഇത് കിട്ടും. അപ്പോൾ എന്തിനാണ് കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം വേറെ ഒന്നല്ല, ആരും ഈ പ്രീമിയം 2024 എടുക്കത്തില്ല. കാരണം എല്ലാവരും 320 കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസും അത് മാത്രമല്ല കുറച്ചും കൂടുതൽ റേഞ്ച് എല്ലാം കിട്ടുന്ന വണ്ടി 1,30,000 രൂപ കിട്ടുമ്പോൾ ആരെങ്കിലും 1,50,000 രൂപയ്ക്ക് നമുക്ക് പ്രീമിയമിലേക്ക് പോകുന്ന എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാവേ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യേ. അതിൽ വേറെ കാര്യം അറിയാൻ സാധിച്ചത് നമ്മുടെ ടെക് പാക്കിന്റെ റേറ്റ് പുറത്തു വിട്ടിട്ടില്ല. അതായത് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ 320 ടെക് പാക്കിന്റെ റേറ്റ് പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ എത്ര എന്നുള്ളത് മേ ബി എനിക്ക് വരാൻ പോകുന്ന ദിവസം അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.